ഗായ്സ്, അപ്പൊ വ്ളോഗ്സിന്റെ പുതിയൊരു എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പരിപാടി എന്താ കൊടുത്താ പാൽക്കപ്പ, പക്ഷെ സാധാരണ ഇത് വേറെ കോമ്പിനേഷൻ. വിന്താലു എനിക്കൊരു പാൽക്കപ്പയും ബീഫ് ട്രൈ ചെയ്യണം. അപ്പൊ നമ്മ പാൽക്കപ്പയും വിന്താലും നമ്മ ഉണ്ടാക്കിയിരുന്നു അല്ലേ? അപ്പൊ എങ്ങനെ വിശേഷത്തിലൂടെ വരാം. ഓക്കെ, കമോൺ. അപ്പൊ ഇത് നമ്മ പരിപാടി തുടങ്ങാൻ പോണേ. അപ്പൊ അതിനകത്തോട്ട് ഫസ്റ്റ് നമുക്ക് ആവശ്യമായ കപ്പ. അപ്പൊ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ നമുക്ക് ഇനി ഇതിനകത്തോട്ട് ആവശ്യത്തിനായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. കപ്പ മുങ്ങി കിടക്കണം അല്ലേ? യെസ്. നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പൊ കഴിച്ചത് നമ്മ കപ്പ വെച്ചിട്ട് ഏകദേശം ഒരു 10-15 മിനിറ്റ് കഴിയും. നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ടല്ലേ? അത്യാവശ്യം വേവായിട്ടുണ്ട്. കുറച്ചുകൂടി വേവാകും നമുക്കപ്പ. അത്യാവശ്യം വെന്തിട്ടുണ്ട് കപ്പ. നമുക്കിനി വെള്ളം ഊറ്റിക്കളയാം. ഓക്കെ. അപ്പോൾ നമ്മുടെ കപ്പല വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ടുണ്ട് അത്യാവശ്യം. ഉണ്ടോ? ഈ ഒരു പാകത്തിനാണ് ഉടഞ്ഞാണ് കിട്ടണം നമുക്ക്. അതിനകത്തോട്ട് നമ്മൾ ഇതിനകത്ത് ചുമന്നുള്ളി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം പേസ്റ്റ് രൂപത്തിലാക്കി ആലോചിച്ചു കൊടുക്കാം അല്ലേ? നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കപ്പ നല്ല കുഴച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല കുഴമ്പ് പരിപാടി ഇരിക്കാറുണ്ടല്ലേ? ഇനി ഇതിനകത്തോട്ട് നമ്മൾ എടുത്തു വെച്ചാൽ തേങ്ങാപ്പാലും കൂടി ഇങ്ങനെ ഒഴിച്ചാണ്ട് കൊടുക്കുക. നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കണം. ഇപ്പൊ തന്നെ കപ്പ അത്യാവശ്യം നല്ലോണം വെന്തിരിക്കണം. അപ്പോൾ ഗൈസ്, ഇതേ നമ്മുടെ പാൽക്കപ്പ ഇവിടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. ഇനി നമുക്ക് അതിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമുക്ക് അങ്ങോട്ട് ആ റെസ്റ്റിലിരിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം? അതിൻ്റെ മേളിൽ താളിച്ചിടാനുള്ള പരിപാടി നോക്കണം. കമോൺ. അപ്പോൾ ഗൈസ്, നമ്മൊരു പാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും കടുക് ഇട്ട് കൊടുക്കുക. പച്ചമുളക് അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്ന് പരിപാടി ഇതേ ഇവിടെ കലാശമായിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് നമ്മുടെ ഈ താളിച്ച് വെച്ചും കൂടി നമുക്ക് ആ പാൽക്കപ്പയുടെ മേലോട്ടാണ്ട് ഇട്ട് കൊടുക്കുക. കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ. അടുത്ത് നല്ലോണം നമുക്കത് അതിൻ്റെ അകത്തോട്ട് മിക്സ് ചെയ്തെടുക്കാം അങ്ങോട്ട്. അപ്പോൾ ആ ഒരു ഫ്ലേവറൊക്കെ അതിൻ്റെ അകത്തോട്ട് ഇറങ്ങേണ്ട അങ്ങോട്ട്. അങ്ങനെ നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്ത് സെറ്റ് ചെയ്ത് എടുക്കാം നമുക്ക്. അപ്പോൾ ഇത് നമ്മൾ സംഭവം പരീക്ഷിക്കാൻ പോണേ. എന്തായാലും മാൻ, കുഴച്ചിട്ട് ഒരു പീസ് ഓരോത് സെറ്റായിട്ട് വന്നിട്ടുണ്ടല്ല. അടിച്ചോ? ഞാൻ ഇപ്പോൾ ഗോഡ്സിൻ്റെ സ്പെഷ്യൽ സാധനം നമ്മൾ ട്രൈ ചെയ്യാൻ പോണേ. ചെറിയ ബീഫിൻ്റെ പീസ് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് കുഴച്ച് കുറച്ച് ചാറെടുത്തിട്ട് എടുക്കാം. എങ്ങനെയുണ്ട്? ഇതാ മോനെ, അടിപൊളി. ഇതേ സംഭവം എല്ലാം റെഡി ആയിട്ടുണ്ട് അല്ലേ ഓട്സാ? അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് എന്ന് വിചാരിക്കണം. അതെ. അപ്പോൾ എപ്പോഴും പറഞ്ഞ പോലെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, ബെല്ലൈക്കൻ അടിച്ച് പൊട്ടിക്കുക. ഓക്കെ, ബൈ.